രാവിലെ 7 മണിക്ക്. നീ അതിനു മുമ്പേ ബോർഡും കെട്ടി തൂക്കിയോ? ബോർഡ് എടുത്ത് കളയട്ടെ. ജീപ്പിൽ വരുന്നത് കണ്ടപ്പോ ഒരു സബ് കളക്ടർ എന്ന് തോന്നിയില്ല. ഏതോ ഒരു കള്ളനെ പോലീസുകാരും പിടിച്ചോണ്ട് വരികയാണെന്നാ തോന്നിയത്. നിനക്ക് തോന്നിയത് ശരിയാ, ഞാൻ കള്ളം തന്നെയാണ്. പക്ഷെ ഒരു കള്ളമേ ചെയ്തിട്ടുള്ളൂ. അതിന് ഇതേവരെ ആരും എന്നെ പിടിച്ചില്ല. ഏത് കള്ളമാണെന്ന് ചോദിക്കും. ഏത് കള്ളം? പെൺമോഷണം. നിന്നെ ഞാൻ കട്ടോണ്ട് വന്നതല്ലേ? പരിചയക്കൂടെ? രാജുവിനെ ഞാനല്ലേ കട്ടോണ്ട് വന്നത്? അപ്പൊ എന്നെ വേണം പോലീസ് പിടിക്കാൻ. ദൈവം എപ്പോഴാണ് ദൈവത്തിന്റെ പോലീസുകാരെ അയക്കുന്നതെന്നറിയില്ല, ഇല്ലേ? അത് ഞാൻ കളക്ടറോട് പറഞ്ഞ് സ്റ്റേ വാങ്ങിക്കോളാം. പിന്നെ ഈ ജീപ്പ് സവാരി നിർത്തിക്കളെ, ഞാൻ ഒരു കാറിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയോ പത്രാസ്? പണക്കാരന്റെ മോൻ ആ ബൂർഷകമ വിടില്ലല്ലേ? എന്നെ പോലുള്ള ബൂർഷാകൾ കാർ ഉപയോഗിച്ചാലല്ലേ നിന്റെ അപ്പനെ പോലുള്ള അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് വർക്ക്ഷോപ്പ് വെച്ച് ജീവിക്കാൻ പറ്റൂ. ഒരു ബൂർഷാ പണി ഇവിടെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഒരു ജോലിക്കാരനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? വീട്ടു ജോലികൾ അയാൾ ചെയ്തോളും. എനിക്കെന്താ ഇവിടെ പണി? അല്ല, ഉദ്യോഗവും വീട്ടു ജോലിയുടെ ആവുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വീട്ടു ജോലികൾ ഞാൻ തന്നെ ചെയ്യും. അതിനിഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അയ്യോ എന്റെ പൊന്നെ, എന്നെ ചതിക്കല്ലേ. നിന്നെ പിരിഞ്ഞ് ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ജോലിക്കാരും വേണ്ട, ആരും വേണ്ട. ആരും വേണ്ടേ? ആരും വേണ്ട. തീർച്ചയാണോ? തീർച്ച. മക്കളും വേണ്ടേ? വേണം 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 വേണം. മക്കള് വേണം. പക്ഷേ അതൊക്കെ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക്. ശരി, ആദ്യം ആണ് വേണോ പെണ്ണ് വേണോ? രാജുവിന് ഏതാ വേണ്ടേ? നിന്നെ പോലെ ഒരു പഞ്ചാര മോൾ. അവൾക്കൊരു സുന്ദരം പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ അത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാടി? രാജു പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കണം. മോള് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോകുന്നില്ല. കളക്ടറുടെ അമ്മായിയപ്പനാന്നും പറഞ്ഞ് അവിടെ ചെന്ന് 3 നേരം ഊണും കഴിഞ്ഞ് ശരീരം അനങ്ങാതിരിക്കാൻ ഈ ഡിക്രൂസിനെ കിട്ടുകയില്ല. ഞാൻ എന്റെ 10ാമത്തെ വയസ്സിൽ സ്പാൻഡർ പഠിക്കാൻ തുടങ്ങിയതാ. മരണം വരെ എനിക്ക് ജോലി ചെയ്യണം. പയ്യാതെടുത്ത് കിടപ്പായാലോ? സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ. അപ്പച്ചൻ ഇങ്ങനെ വാശി പിടിക്കരുത്. രാജു സ്നേഹമുള്ളവനാ. നല്ലത്. അതുകൊണ്ട് ഞാൻ വരണമെന്നില്ലല്ലോ. എന്നാൽ എന്റെ ശമ്പളം മാസം തോറും ഇങ്ങോട്ട് അയച്ചു തരാം. നീ വിവാഹം കഴിച്ചോളാണ്. ഇനിമേൽ നിന്റെ ശമ്പളം നിന്റെ ഭർത്താവിന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ഞാനൊന്ന് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലട്ടെ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. മതി മതി. ഉപ്പിലിട്ടത് വല്ലതും വേണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിനക്ക് ഉപ്പിലിട്ടത് വേണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പച്ച വാങ്ങാതെ എന്താ കൊതി തോന്നാറുണ്ടോ? ഇല്ലേ ഇല്ല. എൽസേ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 3 കൊല്ലം തികയാൻ പോകുന്നു. ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 കൊല്ലമായി. ആദ്യം നിയന്ത്രിച്ചത് കൊണ്ട് ദൈവം അല്പം വാശിയിലായിരിക്കും. കഴിക്കണം. അയ്യപ്പന്റെ അമ്മ അയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു, പിള്ള തട്ടിപ്പറിച്ചു. അയ്യപ്പന്റെ ഇവനെ അങ്കിളിനെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്ന. അങ്കിൾ, ഈ സ്മോൾ പെലയുണ്ടല്ലോ, വെരി മിസ്റ്റീവസ്. ആരെടുത്താലും ടൂറിനെ ചെയ്യും. എന്റെ സൂട്ട് മുഴുവൻ അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. എന്താ അങ്കിൾ ആന്റി ദുഃഖിച്ച ഒരു മലങ്കളി മൂടിൽ നിൽക്കുന്നത്? ഈ വീട്ടിലൊരു കുഞ്ഞുകാല് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. That's all fate. ഓ, ഫേറ്റ്. ഇങ്ങനെ ഒരു ഫേറ്റ് ഉണ്ടോ? ആന്റി ദുഃഖിക്കണ്ട, ഈ കുട്ടി ആന്റി എടുത്തോളൂ. നിങ്ങൾക്കോ? എന്നിട്ട് വേറെ ഒന്നിനെ മാനുഫാക്ചർ ചെയ്യാമെന്നായിരിക്കും. അയ്യോ അയ്യോ, എന്നെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ തനിപ്പന്നായിരിക്കും. പിന്നെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ നീ എന്താടി പ്രസവിക്കാത്തത്? നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്ന് പറഞ്ഞേക്കൂ. എന്നെ ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കണം. പരിശോധിപ്പിക്കാം. പക്ഷേ ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ലോ. ഇപ്പോഴും ആദ്യ രാത്രിയിലെ മട്ടാണ്. അന്ന് ടൈം പീസ് തിരിച്ചു വെച്ചില്ലേ, ആ ദിവസത്തിന്റെ മട്ടാണ്.
മരണം വരെ അങ്ങനെയായിരിക്കും. രാജു, kiss me here. കുഞ്ഞെ, എനിക്കൊന്ന് വീട്ടിലേക്ക് പോണമല്ലോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി അമ്മേ. അത് പറ്റത്തില്ല. ഞാൻ വന്നിട്ട് 2 ആഴ്ചയായി. എനിക്കിവിടെ താമസിക്കുന്നത് സന്തോഷം തന്നെയാ. പക്ഷേ എൽസയുടെ അപ്പന്റെ കാര്യം ഓർക്കുമ്പോ എന്തോ എനിക്കിവിടെ നിൽക്കാൻ ഒരു തഞ്ചം വരുന്നില്ല. എന്നെ ഒന്ന് ബസ് കയറ്റി അയച്ചാ മതി. വേണ്ട വേണ്ട, ബസ്സിൽ പോകണ്ട, കാറിൽ പോയാൽ മതി. ഞാൻ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് കാർ അയക്കാം. കാറിൽ പോയാ മതി അമ്മേ. ശരി, എന്നെ ഇന്ന് തന്നെ അയക്കണേ. ഓ, പിന്നെ നമ്മൾ നാളെ ആസ്പത്രിയിലേക്ക് പോയാൽ മതി. നിന്റെ അമ്മയ്ക്ക് വേണ്ട മുണ്ടും തുണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം ഇവിടെ. നിന്റെ അപ്പന് വാങ്ങണം. ഒരു പക്ഷേ നിന്റെ അപ്പൻ സ്വീകരിച്ചില്ലെന്ന് വരാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. എടി അറിയാമേ, നീ ഇവിടുന്ന് പോയപ്പോ ഇതൊന്നും കൊണ്ടുപോയില്ലോടി. എന്തുവാടി ഇതെല്ലാം? ഇതെല്ലാം അവരവിടുന്ന് വാങ്ങിച്ചു തന്നയച്ചതാ. ആഹാ, എന്തെല്ലാം ഉണ്ട്? എനിക്ക് കുറെ സാരിയും ബ്ലൗസും പിന്നെ നിങ്ങൾക്ക് പാന്റും ഷർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ആ, ഡ്രൈവറെ, അതല്ലേ എടുത്ത് അതുകൊണ്ട് വയ്ക്ക. അവിടുത്തെ കൊച്ചമ്മ ഈ അമ്മച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തയച്ചതാ. ആ കൊച്ചമ്മയുടെ അമ്മച്ചിയുടെ മകൻ ഇവിടെ ആവശ്യമില്ല. കൊണ്ടുവന്ന മാര് തന്നെ അങ്ങോട്ട് എടുത്തോണ്ട് പോയച്ചാ മതി. ഞാൻ തിരിച്ചുകൊണ്ട് പോവുകയല്ല. എന്നാലേ നീ വണ്ടി ഇവിടുന്ന് പോകത്തില്ല. വീലുകാലം കുത്തിക്കറിയാൻ വർഷാപ്പിലിടും. എടുത്തു വേണം, എടുത്തു വയ്ക്കാണ്. എല്ലാം എടുത്തോണ്ട് പോയിക്കോ. ഇരിയാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. നീ എന്താ വായി നോക്കിയത്? പോണ വളരെ നിർബന്ധമാണെങ്കിൽ നീ ഇവിടെ വണ്ടി കൂടെ കൈ പോയിക്കോ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്നാ വീട്ടോട്ട് പോ. ചെല്ലേ. ചിലപ്പോൾ ഇങ്ങനൊക്കെ സംഭവിക്കാം. ഇതിൽ യാതൊന്നും ഭയപ്പെടാനില്ല. നിങ്ങളുടെ മാരീഡ് ലൈഫിനെ ഇതൊട്ട് ബാധിക്കുകയുമില്ല. സ്റ്റെറിലിറ്റിയും വെർലിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്റ്റെറിലിറ്റി എനിക്കായിക്കൂടെ അല്ലേ ഡോക്ടർ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഇത്തരം പല കേസസും ഇവിടെ വരാറുണ്ട്. 10ഉം 15ഉം വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പലർക്കും കുട്ടികൾ ഉണ്ടാകുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ ചെറുപ്പമല്ലേ, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഏതായാലും രണ്ടുപേരും ഒന്ന് ചെക്കപ്പ് ചെയ്ത് കളയാം. അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വിത്ത് കറക്റ്റീവ് മെഡിസിൻസ് ആൻഡ് കറക്റ്റീവ് സർജറി വി ക്യാൻ റെക്ടിഫൈ ഇറ്റ്. യു ആർ ഓൾ റൈറ്റ്. രാജുവിന് ഒരു കുഴപ്പവുമില്ല. അപ്പോ ഏതായാലും എൽസയെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. എൽസ പ്രസവിക്കില്ല അല്ലേ ഡോക്ടർ? I am very sorry, Raju. The mistake may be on our part. ടെസ്റ്റിനെടുത്ത സാമ്പിൾസ് നേഴ്സ് ശരിക്കും അനലൈസ് ചെയ്തില്ലായിരിക്കാം. ഏതായാലും എൽസിയെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നഴ്സിനെ കുറ്റം പറയുകയാണോ? No, Raju. There can be mistakes in lab reports. ഡോക്ടർ, എൽസയ്ക്ക് എന്ത് അസുഖം ഉണ്ടായാലും എന്റെ സ്നേഹത്തിനും ഞങ്ങളുടെ സന്തോഷത്തിനും ഒരു കുറവും ഉണ്ടാവില്ല. എനിവേ, I'll bring her along, doctor. Please do. Thank you. ഡോക്ടറെ കണ്ടോ? കണ്ടു. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. നിനക്ക് വിശദമായ ചില ടെസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞു. എന്റെ തകരാറ് കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെങ്കിൽ എന്ത് ചെയ്യും? ചികിത്സ കൊണ്ട് മാറ്റും. ചികിത്സ കൊണ്ടും മാറാത്ത തകരാറുകളുമില്ലേ? എനിക്ക് ഒരു കുഞ്ഞു മാത്രം മതി എന്ന് വിചാരിക്കും. നീ മാത്രം. എന്താ രാജു? ഒന്നുമില്ല. എന്റെ അച്ഛന് പെട്ടെന്ന് എന്തോ അസുഖം. നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. ഇനി തരൂ. അല്ല എൽസേ, ഇനി അത് തരൂ. ഞാൻ പിന്നെ അത് അവർ എൽസേ, 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 ഇതൊക്കെ എൽസേ,
എന്താ എൽസേ 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 കരയാത്ത എൽസേ എന്റെ പൊന്ന് എൽസേ 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 നിനക്ക് ഞാനുണ്ടല്ലോ എൽസേ 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 ഐ ലവ് യു നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നീ ഇത്രത്തോളം ദുർബലയാണെന്ന് ഞാൻ കരുതിയില്ല. നീ ഇപ്പോ 2 പ്രാവശ്യം ബോധം കെട്ട് വീണു. ഒന്ന് ഇവിടെയും പിന്നെ പള്ളിയിലും. എനിക്ക് തന്നെ അറിയില്ല, ഞാൻ ആകെ തളർന്നുപോയി. അപ്പനോടുള്ള സ്നേഹം നീ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നെ അത്ര സ്നേഹമായിട്ടാണ് എന്റെ അപ്പൻ വളർത്തിയത്. കുട്ടിക്കാലം മുതൽക്ക് എന്റെ ആഗ്രഹങ്ങളെല്ലാം അപ്പൻ സാധിച്ചു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനിയിപ്പോ എൽസ അണിച്ച് കുളിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് വന്ന് കിടക്കും. എനിക്കൊന്നും വേണ്ട, വല്ലാത്ത ക്ഷീണം. 3 കൊല്ലമായി എനിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടതിന്റെ ക്ഷീണമാണ്. ആ ക്ഷീണം മറയ്ക്കാൻ എപ്പോഴും നിന്റെ മുഖത്തിൽ ഒരു ചിരി ഉണ്ടായിരിക്കും. ഒരു ദുഃഖം വന്നപ്പോൾ ആ ക്ഷീണമെല്ലാം പുറത്തു വന്നു. എന്നെ എത്രത്തോളം കഷ്ടപ്പെടുത്തി എന്നെ വേണം പറയാൻ. എന്താ പറഞ്ഞത്? നീയും ഞാനും എന്നോ? ഇവിടെ 2 പേരില്ല, ഒരാളേ ഉള്ളൂ. എൽസ വിളിച്ചിട്ടും അമ്മച്ചി അങ്ങോട്ട് വരാത്തത് എന്താ? ഞാൻ ഇവിടുന്ന് പോന്നാൽ ഈ വർഷാപ്പ് ജോലിക്കാരുടെ തോന്നിവാസം ആവില്ലേ മോനെ? എൽസയോട് അമ്മച്ചി അതല്ലല്ലോ പറഞ്ഞത്. അവളങ്ങനെ പറഞ്ഞോ? ശരിയാണ്. അത് പിന്നെ മക്കളുടെ കാശും സൗജന്യവും പറ്റി ജീവിക്കരുതെന്നാണ് മരിച്ചുപോയവരുടെ ആഗ്രഹം. അതിനെതിരായിട്ട് ഞാൻ ഒന്നും പ്രവർത്തിക്കത്തില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വരാം. എന്നാലും ഞങ്ങളുടെ കൂടെ വേണ്ട, എന്നെ നിർബന്ധിക്കണ്ട. ഹലോ, മിസ്റ്റർ രാജു ആണോ? ഞാൻ ഡോക്ടർ ജയകൃഷ്ണനാണ്. രാജു ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ? ഒരു കാര്യം നേരിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് വാർഡിലേക്ക് പോകാൻ സമയമായി. സോ യുൽ ബി കമ്മിങ് അറ്റ് 5 o'clock. പ്ലീസ്, ഐ വിൽ വെയിറ്റ് ഫോർ യു. താങ്ക് യു. തകരാറ് എൽസയുടേതാണെന്ന് തീർച്ചയായി അല്ലേ ഡോക്ടർ? തകരാറ് എന്ന് പറയാൻ പാടില്ല. ആയിക്കോട്ടെ, ന്യൂനത എന്ന മെഡിക്കൽ വാക്ക് തന്നെ ആയിക്കോട്ടെ. ന്യൂനത എൽസയുടേതാണെന്ന് തീർച്ചയായി അല്ലേ? അതെ. സാരമില്ല, ഞങ്ങൾക്ക് മക്കൾ കൂടിയേ തീരൂ എന്ന് തോന്നുമ്പോൾ ദത്തെടുത്തോളാം. എനിക്ക് കുഞ്ഞുങ്ങളല്ല പ്രധാനം. എനിക്ക് വിലപ്പെട്ടത് എന്റെ എൽസയാണ്, എൽസയുടെ സ്നേഹമാണ്. പ്ലീസ് രാജു, എൽസയുടെ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. എൽസ ഒരു രോഗിയാണ്. രോഗിയെന്ന് പറഞ്ഞാൽ എൽസ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല.
It's impossible. രാജുവിനോട് ഇത് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞാനൊരു ഡോക്ടറല്ലേ, സത്യം മറച്ചു പിടിക്കാൻ സാധിക്കുമോ? എൽസ മരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ചികിത്സയ്ക്കും വൈദ്യശാസ്ത്രത്തിന് രക്ഷിക്കാൻ സാധിക്കാത്ത ആ ക്രൂരമായ രോഗം, രക്താർബുദം. No, it can't be. എന്തെങ്കിലും തെറ്റുപറ്റിയതായിക്കൂടെ ഡോക്ടർ? ഡോക്ടറുടെ നഴ്സിനും ലാബിലുള്ള ജോലിക്കാർക്കും തെറ്റുപറ്റിയതായിക്കൂടെ? എൽസയുടെ രക്തം 3 പ്രാവശ്യം ആവർത്തിച്ച് പരിശോധിച്ചു. ഡയഗ്നൈസ് തെറ്റിയിട്ടില്ല. ഏതായാലും എൽസി ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ രാധാകൃഷ്ണൻ വിദഗ്ധനായ ഒരു ഹെമറ്റോളജിസ്റ്റ് ആണ്. ഞാൻ എൽസയോട് ഡോക്ടർ ഇത് പറഞ്ഞോ? രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എൽസയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. സത്യം അവളോട് എപ്പോ പറയേണ്ടി വരും? അത് രാജുവിന്റെ ഇഷ്ടം പോലെ. എന്റെ ഇഷ്ടം ഈ നിമിഷം അങ്ങ് മരിച്ചു പോകുന്നതാണ് ഡോക്ടർ. രാജു, എൽസിയിൽ കാണുന്ന ലുക്കീമയ്ക്ക് ഫലപ്രദമായ ചികിത്സകളൊന്നുമില്ല. രോഗത്തിന്റെ വളർച്ച കുറച്ച് തടയാമെന്നോ അല്ലെങ്കിൽ രോഗം കാരണമുള്ള വേദന മയക്കുമരുന്നുകൾ കൊണ്ട് കുറച്ച് സഹിക്കത്തക്കതാക്കാമോ എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഇതെന്തെങ്കിലും നാം തുടങ്ങിയാൽ എൽസ വിവരം മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജുവിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ. രോഗം ഏതായാലും മൂർച്ഛിക്കും. അതുവരെ വിവരം എൽസയെ അറിയിക്കണമെന്നാണ് രാജുവിന് തോന്നുന്നെങ്കിൽ അത് തന്നെയാണ് ഞാൻ നിർദ്ദേശിക്കുക. Doctor, do you know how old she is? 20 വയസ്സ്. Just 20. ഇനി ഞാൻ എന്ത് ചെയ്യണം? Try to act as normal for as long as possible. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പെരുമാറാൻ ശ്രമിക്കൂ. എൽസയ്ക്ക് വേണ്ടി. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയാ ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ
തളിർത്തൊത്തിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി തളിർത്തൊത്തിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി പാടി പാടും മുമ്പേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു ചൈത്രവിപഞ്ചിക മൂകമായി എന്റെ മൗന സമാധിയാ സാഗരമേ ശാന്തമാകനീ വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാദ്രമെന്തേ പാടി വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാദ്രമെന്തേ പാടി 100 ചൈത്ര സന്ധ്യാരാഗം പൂത്തൂകാവു നിന്നാത്മാവിൽ പൂത്തൂകാവു നിന്നാത്മാവിൽ സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നേതാ ചൈത്രദിനവതു പോകയാ ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ എന്തിനാ ഞാൻ വരുന്നതിന് മുമ്പ് നീ കിടന്നുറങ്ങിയത് എന്ന് ചോദിക്കാൻ പറ്റാത്ത ദുഃഖമായിരിക്കും. ദുഃഖമോ? ആ, ഞാൻ നിന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു, നീ എന്നെ പറ്റിച്ചു. എന്താ ഇത്ര താമസിച്ചത്? മനസ്സ് വന്നില്ല. ആ, ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അത് തീർക്കാതെ വീട്ടിൽ വരാൻ മനസ്സ് വന്നില്ല. ഊണ് കഴിക്കാം. അല്ല, എനിക്ക് വേണ്ട. നീ കഴിച്ചില്ലേ? അതെങ്ങനെ? രാജുവില്ലാതെ ഞാൻ കഴിക്കുമോ? രാജുവിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അല്ല, വേണ്ടാഞ്ഞിട്ടല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. കള്ളം. ഇന്ന് വരെ രാജു ഞാനില്ലാതെ പുറത്തു നിന്നും കഴിച്ചിട്ടുണ്ടോ? അല്ല, പക്ഷേ ഓഫീസർ നിർബന്ധിച്ചപ്പോ കഴിക്കേണ്ടി വന്നു. എന്നാൽ ഞാൻ ഇന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നില്ല. ഒറ്റയ്ക്കിരുന്നോ? ഞാനുണ്ടല്ലോ. ഇതേവരെ എൽസയല്ലേ എനിക്ക് വിളമ്പി തന്നത്? ഇന്ന് എൽസയ്ക്ക് ഞാൻ വിളമ്പി തരാം. ഓക്കെ? വേണ്ട വേണ്ട, പ്ലീസ്. എൽസ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വിളമ്പി കൊണ്ടുവരാം. യു നോ വൈ? ബിക്കോസ് ഐ ലവ് യു. കഴിക്കല്ലേ, പിന്നെന്താ ഉമ്മെന്നിരിക്കുന്നത്?
ഇവളെന്താ കൊച്ചുകുട്ടികളെ പോലെ എന്നാലോചിക്കുകയാണോ? ഇനി ഒരു 20 കൊല്ലം കൂടി കഴിഞ്ഞാലേ എന്റെ കുട്ടികളി മാറും. ഞാൻ പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. എതിരാളി? ആരാണ് എന്റെ എതിരാളി എന്ന്? അവളുടെ പേരെന്താണ്? കാണാൻ സുന്ദരിയാണോ? എന്തായി പറയുന്നത്? ഒരു ഭർത്താവ് ഭാര്യയോട് അധികം സ്നേഹം ഭാവിക്കാൻ തുടങ്ങുമ്പോൾ അത് തീർച്ചയാക്കണം ഏതോ പുതിയ പ്രേമം തുടങ്ങിയെന്ന്. എന്റെ ജീവിതത്തിൽ ഏക പെണ്ണും ഏക പ്രേമവും എൽസയാണ്. അപ്പോ പിന്നെ വേറെ എന്തോ തകരാറാണ്. പതിവില്ലാത്തതെല്ലാം ഇന്ന് ചെയ്തു. പതിവില്ലാതെ ഈ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ മുമ്പിൽ പോയി നിന്നു. പറയൂ, എന്താണെങ്കിലും എന്നോട് പറയൂ. ഇങ്ങനെ ഒരു നല്ല ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് ദൈവത്തിന്റെ മുമ്പിൽ പോയി നിന്ന് നന്ദി പറയണ്ടേ? വേണ്ട വേണ്ട, വേദാന്തമൊന്നും വേണ്ട. വന്ന് കിടക്കൂ. അയ്യോ, വയസ്സായിപ്പോയി. മുമ്പൊക്കെ കട്ടിലിലോട്ട് മറിച്ചിലല്ലേ? നമുക്ക് വയസ്സാകുകയല്ലേ? വയസ്സായിപ്പോയോ? അതൊന്നറിയണമല്ലോ. എൽസേ, ഇന്ന് വല്ലാത്ത തലവേദന. ഉറങ്ങിയാൽ മാറുമെന്നാ തോന്നുന്നേ. വയസ്സനും രോഗിയുമായി. ഉറങ്ങിക്കോളൂ.